ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ആണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ് ബേസിക് സയൻസിലെ. അപ്പോൾ ബേസിക് സയൻസിൻ്റെ പാർട്ട് 1 നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സ് ആണ്. നമുക്കറിയാം, ബേസിക് സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അടങ്ങുന്നതാണ് ആ പാഠപുസ്തകം അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നമ്മൾ അതിൽ ഓരോ ചാപ്റ്റർ ആയിട്ട് ഫുള്ളായിട്ട് നോക്കും. അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ്, ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ വരുന്ന ലെറ്റേഴ്സ് ആസസ്, അതായത് ആ ലെസൺ ബാക്കിൽ വരുന്ന ലെറ്റേഴ്സ് ആസസ്, ഇതെല്ലാം ഉൾപ്പെടുത്തുന്നതാണ് നമ്മുടെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക്. ആദ്യത്തെ ചാപ്റ്റർ ആണ് മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ്. അതാണ് നമ്മളിന്ന് നോക്കുന്നത്, മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടത് കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. എല്ലാ കമൻസിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ്. അളവുകളെക്കുറിച്ചാണ് നമ്മളിത് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് അളവുകൾ, അതിൻ്റെ യൂണിറ്റ്സ്, ഇതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ പറയുന്നു, ആ 2 കോൺവെർസേഷൻ നമുക്ക് വായിക്കാം. അത് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം പറഞ്ഞു പോകുന്നത്. ദ എൻജിൻ ഓഫ് ദിസ് കാർ ഇസ് മാനുഫാക്ചർഡ് ഇൻ ജപ്പാൻ ആൻഡ് ദ അതർ പാർട്സ് ഇൻ ഇന്ത്യ. ഈ കാറിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് അത് മാനുഫാക്ചർ ചെയ്തത് എവിടെയാണ്? ജപ്പാനിലാണ്. പക്ഷേ ആ കാറിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഹൗ ക്യാൻ വി പെർഫെക്റ്റ്ലി അസംബിൾ ദ പാർട്സ് മാനുഫാക്ചർഡ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്? അപ്പോൾ കുട്ടിയുടെ ഡൗട്ട്, പല രാജ്യത്തുണ്ടാക്കിയ ഒരു കാറിൻ്റെ ഭാഗങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് ചേർക്കുന്നത്, കറക്റ്റായിട്ട് എങ്ങനെ നമ്മൾ അതിനെ അസംബിൾ ചെയ്യുന്നു, കൂട്ടിച്ചേർക്കുന്നു എന്ന് ചോദ്യം. ഹാവ് യു നോട്ടീസ്ഡ് ദ ചൈൽഡ്സ് ക്വസ്റ്റ്യൻ? വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? നിങ്ങൾ ആ കുട്ടിയുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? റൈറ്റ് ഇറ്റ്. Answer. The most important reason is the use of the SI system or International System of Units. Scientists and engineers across the world have agreed to use a common set of base units like meter for length, kilogram for mass, and for second for time, because every country uses the same reference for these measurements. A 10 millimeter bolt manufactured in India is exactly the same size as a 10 mm bolt manufactured in Japan. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ അളവും തൂക്കങ്ങളും കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനാണ് നമ്മൾ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ SI യൂണിറ്റ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അളവുകളും തൂക്കങ്ങളും ഒക്കെ എല്ലാ രാജ്യത്തും ഒരേപോലെ തന്നെ ആയിരിക്കും. ഇപ്പം അവർ പറയുന്ന പോലെ തന്നെ എല്ലാ രാജ്യത്തും ഈ ഇപ്പോൾ ഒരു ബോൾട്ട് ഉണ്ടാക്കി, 10 മില്ലിമീറ്റർ 10 mm ഒരു ബോൾട്ട് ഉണ്ടാക്കി ഇന്ത്യയിൽ, അതേ സൈസ് തന്നെ ആയിരിക്കും ജപ്പാനിലും. അതിൻ്റെ നമ്മൾ യൂണിറ്റ് എടുക്കുകയാണെങ്കിലോ മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിലോ, സോ മെഷർമെൻറ്റ് യൂണിറ്റ്സും എല്ലാ രാജ്യങ്ങളിലും ഒരേ ഇത് തന്നെയാണ്. അതിനെയാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നമ്മൾ പറയുക. അത് ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും അത് ചെയ്യുന്നത്. സോ നമുക്ക് താഴെ എല്ലാം പറയില്ല, ആവശ്യമുള്ളത് മാത്രമാണ് നമ്മളിതിൽ പറയുക. സോ നമ്മൾ ഈ അളക്കുന്ന ഈ ക്വാണ്ടിറ്റീസിനെ, മെഷറബിൾ ആയിട്ടുള്ള അളക്കാൻ പറ്റുന്ന ഈ അളവുകളെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുന്നത്. അത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് ഡെയിലി ലൈഫിലെ കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. എല്ലാം അളക്കുന്നതാണ് കാണിക്കുന്നത്. ആദ്യം നോക്കൂ, മെഷറിംഗ് ദ ഡെപ്ത് ഓഫ് എ പിറ്റ്. ഒരു കുഴിയുടെ ആഴം അളക്കുകയാണ്. അത് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത്തിലാണ് പറയുക. നെക്സ്റ്റ്, മെഷറിംഗ് ദ വെയിറ്റ് ഓഫ് വെജിറ്റബിൾസ്. പച്ചക്കറിയുടെ തൂക്കം നോക്കുകയാണ്. അപ്പോൾ അത് കിലോഗ്രാമിലാണ് പറയുന്നത്. അതിനെ നമ്മൾ മാസ് എന്ന് പറയും. ടേക്കിംഗ് മെഷർമെൻറ്റ്സ് ബൈ എ ടൈലർ അളവെടുക്കുന്നതിന് നമ്മൾ എന്തെന്നാ പറയുക? ലെങ്ത്താ പറയുക. യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഇൻ എ റേസ്. സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കുന്നത് ടൈമാണ്. മെഷറിംഗ് ബ്ലഡ് പ്രഷറാണ്. മെഷറിംഗ് ബോഡി ഹീറ്റ് ടെമ്പറേച്ചറാണ്. സോ ഇതൊക്കെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമുക്ക് അറിയാവുന്ന വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് എഴുതുക. ഒന്ന് സ്പീഡാണ്, പിന്നെ വോള്യൂമാണ്. ഇത് കൂടാതെ വേറെയും കുറേ ഉണ്ട്. Can all the physical quantities be measured directly? In situations where direct measurement is not possible, can you write them with reference to other physical quantities? നമുക്ക് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഒരിക്കലും പറ്റില്ല. നോട്ട് പോസിബിൾ. ഡയറക്റ്റ്ലി എഴുതാൻ പറ്റില്ല. നമ്മൾ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വെച്ചിട്ട്, റെഫറൻസ് വെച്ചിട്ട് വേണം ചിലതിൻ്റെ എഴുതേണ്ടി വരിക കേട്ടോ. സോ നമുക്ക് 2 ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ് ആണുള്ളത്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. നമുക്ക് ലെങ്ത്ത്,
മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഈ പറയുന്ന ഇത്രയും ഞാൻ പറഞ്ഞ 1, 2, 3, 4, 5, 6, 7 ഈ 7 എണ്ണത്തിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. എന്താ പറയുക? ഇതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അടിസ്ഥാന യൂണിറ്റുകൾ ഇവയാണ്. All other quantities can be expressed in terms of these fundamental quantities. If so, what is a fundamental quantity എന്ന് ചോദിച്ചാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീന് ഒരു ഡെഫിനിഷൻ നിങ്ങൾ പറയണം. അത് ഇതാണ്: ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. ഇവരെപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്നവരായിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്നവരായിരിക്കും. നമുക്ക് വേറെ ക്വാണ്ടിറ്റീസിൻ്റെ ടേംസ് വെച്ചിട്ട് ഇവരെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. ഇവരാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. സോ അത് നമുക്കൊന്ന് എടുത്തെഴുതാം. ലെങ്ത് ഉണ്ട്, മാസ്, ടൈം, പ്രഷർ, ടെമ്പറേച്ചർ. ഇത് കൂടാതെ ഇനിയും നമുക്ക് ആ പറഞ്ഞതെല്ലാം വേണമെങ്കിൽ എഴുതാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വി യൂസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഓൺലി? അല്ല. ലുക്ക് അറ്റ് പിക്ചേഴ്സ്. വാട്ട് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ദീസ് സിറ്റുവേഷൻ? നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ 7 അടിസ്ഥാന യൂണിറ്റുകൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കൂടാതെ ഏരിയ, രണ്ടാമത്തെ ചിത്രത്തിൽ വോള്യൂമാണ്, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ record how each of them is found out and complete the table appropriately. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ ഈ പറയുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നമ്മൾ പറയാത്തൊരളവാണ്. വോള്യൂം നമ്മൾ പറയാത്തൊരളവാണ്. അപ്പോൾ ഇവരൊക്കെ എന്താണ്? അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം വെച്ചാൽ അതിനുള്ള ഫോർമുലയാണ് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. അതുപോലെ വോള്യൂം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സർക്കംഫറൻസ് ഓഫ് ദ മെഷറിംഗ് ജാർ ഇൻറ്റു ഹൈറ്റ്. ഇത്രയും ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഈ ലെങ്ത്തും വിഡ്ത്തും ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ, ലെങ്ത്ത് കണ്ടു വിഡ്ത്ത് കണ്ടില്ലല്ലോ. വിഡ്ത്തും എന്തുതന്നെയാണ്? നമ്മൾ ഈ പറയുന്ന പോലെ നീളം തന്നെയാണ്. അതുപോലെ വോള്യത്തിൻ്റെ സർക്കംഫറൻസ് ഓഫ് ദ മെഷറിംഗ് ജാർ എന്ന് പറഞ്ഞാൽ അത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല. അത് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. വോള്യൂം നിങ്ങൾ ചെയ്യുക പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് ചെയ്യേണ്ടത്. സോ ഇത് മൂന്നും നീളം തന്നെയാണ്, സെൻറ്റിമീറ്ററിൽ തന്നെ അല്ലെങ്കിൽ മീറ്ററിൽ തന്നെയാണ് നമ്മളിതെല്ലാം പറയുക കേട്ടോ. അതിനെയാണ് ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നിരിക്കുന്നതെന്നേ ഉള്ളൂ, ഡൗട്ടിൻ്റെ ആവശ്യമില്ല ഇവിടെ. വിച്ച് ആർ ദ ക്വാണ്ടിറ്റീസ് യൂസ്ഡ് ഹിയർ ടു ഫൈൻഡ് ഏരിയ ആൻഡ് വോള്യൂം? ടു ഫൈൻഡ് ഏരിയ കാണാൻ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഉപയോഗിച്ചു, വോള്യൂം കാണാൻ ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് ഉപയോഗിച്ചു. എല്ലാം നമ്മൾ നീളം തന്നെയാണ് എടുക്കുന്നത്. സോ അതൊരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ എന്താ പറയുക ഡിറൈവ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണിത്. ഈ ക്വാണ്ടിറ്റീസിൻ്റെ അളവുകൾ കണ്ടുപിടിക്കുക. ഓൾ ഓഫ് ദം ആർ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ ടു പൊസിഷൻ ആറൻ ദേ? യെസ്. ലെങ്ത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് are all fundamental measurements of the distance between two positions. In physics, they are all classified under the basic physical quantity called length, and they are all measured using the standard unit of meter. തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതും. ഇപ്പോൾ ഈ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് എന്നൊക്കെ കാണുമ്പോൾ ഇതൊന്നും നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ പഠിച്ചില്ലല്ലോ. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇതെല്ലാം ബേസിക്കലി ലെങ്ത് തന്നെയാണ്. ഇതെല്ലാം മെഷർ ചെയ്യുന്നത് മീറ്ററിൽ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കവിടെ സിലിണ്ടർ തന്നിട്ടുണ്ട്. സോ എന്താണ് നമ്മളിവിടെ സിലിണ്ടർ തരാൻ കാരണം വെച്ചാൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ടാണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പറഞ്ഞു. ഇനി സച്ച് ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് യൂസിങ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന ചില അളവുകളുണ്ട്. അതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. Quantities that can be expressed in terms of fundamental quantities are derived quantities. See how the mass is marked on a gas cylinder. വീടുകളിൽ എല്ലാവരുടെയും വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവും. ഗ്യാസ് സിലിണ്ടറിൽ ഒരളവ് എഴുതിയിട്ടുണ്ടാവും. 14.2 എന്നാണ് ഓൾമോസ്റ്റ് എല്ലാ സിലിണ്ടറിലും എഴുതിയിട്ടുണ്ടാവുക. അത് 14.2 കിലോഗ്രാം ആണ്. അതിൻ്റെ വെയിറ്റ് ആണ്. ഓക്കെ, ഹിയർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് മാസ് ഇസ് ഇൻഡിക്കേറ്റഡ് യൂസിങ് എ ന്യൂമറിക്കൽ വാല്യൂ 14.2 ആൻഡ് എ യൂണിറ്റ് കിലോഗ്രാം. അപ്പോൾ 14.2 എന്നും യൂണിറ്റ് കിലോഗ്രാം എന്നും എഴുതിയിട്ടുണ്ട്. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആദ്യത്തെ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ആ കുട്ടിക്ക് പനി ഉണ്ടോ അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്യാണ്. 37.8 എഴുതിയിരിക്കുന്നത് കണ്ടോ, അത് എഴുതുക. യൂണിറ്റ് സെൽഷ്യസിലാണ് പറയുക. മോഡ് ഓഫ് മാർക്കിംഗ് മെഷർമെൻറ്റ്സ് നമ്മൾ യൂണിറ്റ് എഴുതണം. ഈ സെൽഷ്യസിൻ്റെ C ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഹൈറ്റ് ആണ്. അപ്പോൾ നമ്മളതിൽ ഹൈറ്റ് മെഷർ ചെയ്യണു. അവിടെ 165 ആണ്, സെൻറ്റിമീറ്ററിലാണ്. പക്ഷെ നമ്മൾ സെൻറ്റിമീറ്ററിൽ അവിടെ എഴുതില്ല, cm എന്നാണ് എഴുതുക. നെക്സ്റ്റ് വരുന്നത് മാസാണ്. മാസ് 1 കിലോഗ്രാം 1 ആണ്. സോ അവിടെ കിലോഗ്രാം നമ്മൾ 1 kg എന്ന് എഴുതും.
വാട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദ ടേബിൾ എബവ് നിങ്ങൾക്ക് ആ ടേബിളിൽ നിന്ന് എന്താണ് മനസ്സിലായത്? എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് വാല്യൂ ഫോളോഡ് ബൈ ഇറ്റ്സ് യൂണിറ്റ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതുമ്പോൾ അതിൻ്റെ യൂണിറ്റ് അതിനെ ഫോളോ ചെയ്ത് എഴുതണം. ഇനി യൂണിറ്റ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തു നോക്കേണ്ട കാര്യമാണ്, ഇത് ഞാൻ പറയുന്നില്ല. When a physical quantity is measured anywhere in the world, the measurement should be the same, right? For this, everyone should adopt a fixed reference. This is called the unit of physical quantity. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ എവിടെ നിന്ന് അളന്നാലും ഫിസിക്കൽ ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും. A unit is a standardized reference accepted universally to measure a physical quantity. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അളക്കാൻ വേണ്ടി യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്ത കാര്യമായിരിക്കും. സോ അതെല്ലാവിടെയും സെയിം ആയിരിക്കും. In the past, different units were used for measurement and recording in each region. For example, units like the foot, cubit and handspan were used locally to measure length. പണ്ട് കാലത്ത് ഈ ഒരു അളവ് തൂക്ക സമ്പ്രദായമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മൾ ഒരടി, ഒരു മുഴം, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനമില്ലാത്ത അളവുകളാണ്, എല്ലാവർക്കും വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. കണ്ടോ, ഒരു ഫീറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കാലിൻ്റെ അളവ് ഒരേതായിരിക്കുമോ? അല്ല, അപ്പോൾ അതിൽ വ്യത്യാസങ്ങൾ വരും. പിന്നെ ഇത് കണ്ടോ, ഒരു മുഴം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കൈയുടെ ഇത് എടുക്കുന്നത് കണ്ടോ, ഇതൊക്കെ എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കുമോ? അല്ല. അപ്പോൾ 1 ഹാൻഡ് സ്പാൻ, ഒരു പിടി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരിക്കലും അവിടെ അളവോ തൂക്കമോ ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. നെക്സ്റ്റ്, different units were also used in other countries. What would be the practical problems of using these units? അപ്പോൾ ഈ യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രാക്ടിക്കലി വരുന്ന പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ലോ അക്യുറസി ആയിരിക്കും, ഡിഫിക്കൽട്ടി ഫോർ ദ പീപ്പിൾ ഇൻ അതർ റീജിയൻസ് ടു അനലൈസ് മെഷർമെൻറ്റ്സ്. അപ്പോൾ നമ്മളിവിടെ ഇത് ചെയ്തു വെച്ചു, വേറെ റീജിയനിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് ഈ അളവ് ഇതാക്കാൻ ഡിഫിക്കൽട്ടി ഉണ്ടാവും, കാരണം വ്യത്യസ്തമായി വരും. ഡിഫിക്കൽട്ടി ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, കച്ചവടത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. ബട്ട് ടുഡേ ദ യൂണിറ്റ് മീറ്റർ ഈസ് യൂസ്ഡ് എവറിവർ ഇൻ ദ വേൾഡ് ടു മെഷർ ലെങ്ത്. സിമിലർലി ദർ ആർ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ്സ് ഫോർ ഓൾ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ദിസ് ഇസ് കോൾഡ് ദി ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, abbreviated as SI units. Measurement using the SI units always has a universal result. സോ അപ്പോൾ ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു അളവ് തൂക്കൽ സമ്പ്രദായം ഉണ്ട്, എല്ലാവരുടെയും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. SI യൂണിറ്റുകൾ എല്ലാവരുടെയും ഒരേ അളവുകളും ഒരേ തൂക്കങ്ങളും തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആർ റിക്വയർഡ് ഫോർ ദ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്. ലാർജർ യൂണിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ലാർജർ ക്വാണ്ടിറ്റീസ് ആൻഡ് സ്മോളർ യൂണിറ്റ്സ് ഫോർ സ്മോളർ ക്വാണ്ടിറ്റീസ്. ഇനി ഇതിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് തന്നെ നമുക്ക് ചെറിയ ചെറിയ സ്മോളർ യൂണിറ്റ്സിലും പറയാൻ പറ്റും. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കിലോഗ്രാം എന്ന് പറയും, അതിന് താഴെയാണ് ഗ്രാം വരുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വീണ്ടും അതിനെ ചെറുതാക്കി പറയാൻ പറ്റും. ആദ്യം നമുക്ക് ലെങ്ത്തിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ലെങ്ത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. നമ്മൾ M എന്ന സിമ്പലിൽ അത് ഡിനോട്ട് ചെയ്യും, സ്മോൾ ലെറ്റർ M ആണ് അതിൻ്റെ യൂണിറ്റ്. സോ അതിന് സ്മോളർ യൂണിറ്റുകൾ ഉണ്ട്, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ, ഇതെല്ലാം ലെങ്ത്തിൻ്റെ യൂണിറ്റ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്കിതിൽ സ്കെയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ചെറിയ ചെറിയ ലൈനുകൾ കാണാൻ പറ്റും മീറ്റർ സ്കെയിലിൽ. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ലാർജ് ലൈൻ, ഈ 2 വലിയ വരകൾക്കിടയിലുള്ള ആ 2 വലിയ വരകൾ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ് കാണിക്കുന്നത്. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്മോൾ ലൈൻസ് ഈസ് 1 millimeter. അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്, 1 സെൻറ്റിമീറ്റർ 10 millimeter ആണ്, 1 മീറ്റർ 1000 millimeter ആണ്. Are there situations where we have to use smaller measurements? of course നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ നെക്സ്റ്റ് അതിലും ഒരു മീറ്റർ എത്ര മൈക്രോമീറ്റർ ആണ് എന്നും കൂടി നോക്കുക. ഒന്നിന് ശേഷം 6 പൂജ്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ, 6 zeros ഉണ്ട്. There are situations where we need units larger than meter. മീറ്ററിനേക്കാൾ കൂടുതലായിട്ടുള്ള, അതായത് ഇതിൽ കിലോമീറ്റർ എന്ന് പറയുന്നത് മീറ്ററിനേക്കാൾ വലിയ അളവാണ്, അതും കൂടി ശ്രദ്ധിക്കണം. ചെറിയ അളവല്ല, വലിയ അളവാണ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മീറ്റർ ആണ്. 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. അപ്പോൾ സോ മീറ്ററിനേക്കാൾ വലിയ അളവുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, ട്രാഫിക് സൈൻ ബോർഡ്സിലൊക്കെയും വണ്ടികളിലൊക്കെയും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? സോ അതും കൂടി നോക്കി വെക്കുക. ഇനി അതിലും വലിയ അളവുകളുണ്ട്. ഈ പറയുന്ന കിലോമീറ്ററിനേക്കാളെ ഒരു വലിയ അളവ് എന്ന് പറയുന്നത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു ദ സൺ. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 150 million kilometer. എ ലൈറ്റ് ഇയർ ഈസ് ദ ഡിസ്റ്റൻസ് ലൈറ്റ് ട്രാവൽസ് in a year in vacuum. Light travels at a speed of approximately, ഇവിടെ 3 lakh ആണ് എഴുതിയിരിക്കുന്നത്, 3 lakh kilometer per second ആണ്.
സോ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന്, നമ്മുടെ എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നതാണ്. 15 കോടി കിലോമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ 150 മില്യൺ കിലോമീറ്റർ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് മാസിന്റെ കേസാണ് പറയുന്നത്. മാസ് അഥവാ വെയിറ്റ്, നമുക്കറിയാം വെയിറ്റ് ഈസ് മെഷർഡ് ബൈ പ്ലേസിംഗ് വെയിറ്റ് ബ്ലോക്സ് ഓൺ വൺ സൈഡ് ഓഫ് ദ സ്കെയിൽ. അപ്പോൾ മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. സിമ്പിൾ kg ആണ്. ഡു വി നീഡ് units other than kilogram for mass? You might have noticed the quantity of toothpaste and tablet printed on their packages. What does it mean? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നു നോക്കൂ, 200 ഗ്രാമും അതുപോലെ 650 മില്ലിഗ്രാമും തന്നിട്ടുണ്ട്. സോ അത് വീണ്ടും ചെറിയ യൂണിറ്റുകളാണ്, അതായത് കിലോഗ്രാമിലും താഴെ വരുന്ന യൂണിറ്റുകളാണ്. മില്ലിഗ്രാം ആൻഡ് ഗ്രാം ആർ ദ സ്മോളർ യൂണിറ്റ്സ് ഓഫ് മാസ്. 1 ഗ്രാം 1000 മില്ലിഗ്രാം ആണ്. സോ അത് ശ്രദ്ധിക്കുക. അപ്പം നമുക്കൊരു സംശയം നെക്സ്റ്റ് വരാം. നമ്മളെല്ലാവരുടെയും കിലോഗ്രാം എന്നാണ് പറയുക, അല്ലെങ്കിൽ വെയിറ്റ് എന്നാണ് പറയുക. പക്ഷെ ഇവിടെ മാസാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഭാരം അളക്കണോ, ഭാരത്തിൻ്റെ kg പറയണമല്ലേ, പക്ഷെ ഇവിടെ മാസാണ്. സോ വാട്ട് ഇസ് മാസ് എന്നൊരു ഡൗട്ട് വരും. മാസ് എന്ന് പറഞ്ഞാൽ ദ്രവ്യമാണ്. ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻ ഇൻ എ സബ്സ്റ്റൻസ്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന, ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ ആകെ അളവിനെയാണ് മാസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതൊരിക്കലും വെയിറ്റ് എന്ന് നമ്മൾ പറയുമെങ്കിലും മാസും വെയിറ്റും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻ ഇൻ എ സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മാസ് എന്ന് പറയുക. ഇനി നെക്സ്റ്റ്, മാസിന് തന്നെ വലിയ യൂണിറ്റുകൾ ഉണ്ട്. നമ്മൾ ചെറിയ യൂണിറ്റുകൾ പറഞ്ഞു, ഗ്രാമും മില്ലിഗ്രാമും. ഇതേ മാസിൻ്റെ ലാർജർ യൂണിറ്റുകളാണ് ക്വിൻ്റലും ടണ്ണും. അപ്പോൾ മില്ലിഗ്രാം എത്രയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാം, 1 കിലോഗ്രാം 1000 ഗ്രാം ആണ്. 1 ക്വിൻ്റൽ 100 കിലോഗ്രാം ആണ്. 1 ടൺ 1000 കിലോഗ്രാം ആണ്. ഇതും കൂടി ഒന്ന് മനസ്സിലാക്കുക. 1 ക്വിൻ്റൽ 100 ആണ്, 1 ടൺ 1000 കിലോഗ്രാം ആണ്. നെക്സ്റ്റ്, ടൈമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. അത് നമ്മൾ സ്മോൾ ലെറ്റർ എസ്സിലാണ് ഡിനോട്ട് ചെയ്യുക. ടൈമിനും ഈ പറയുന്ന പോലെ സെക്കൻഡ്സിന് വലിയ യൂണിറ്റുകളാണ് ശരിക്കും വരുന്നത്. മിനിറ്റ്, 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ് ആണ്. 1 അവർ എന്ന് പറയുമ്പോൾ 3600 സെക്കൻഡ്സ് ആണ്. അടുത്തത് വോള്യൂം ആണ്, വ്യാപ്തം. ദ വോള്യൂം ഓഫ് എൻ ഒബ്ജക്റ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഇറ്റ് ഓക്കുപ്പൈസ്. അതായത് സ്ഥിതി ചെയ്യുന്ന, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ വെള്ളം എടുക്കുകയാണെങ്കിൽ ആ വെള്ളം ഒഴിക്കുന്ന ആ കണ്ടെയ്നർ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആയിക്കോട്ടെ, ഒരു പാത്രം ആയിക്കോട്ടെ, ആ പാത്രത്തിൻ്റെ ആ ഒരു സ്പേസ് തന്നെ ആയിരിക്കും അതിനെ നമ്മൾ വെള്ളം ഒഴിച്ചു, അപ്പോൾ അതിൻ്റെ വോള്യൂം അത് ഫുള്ളും ആയിരിക്കും. ഡു യു റിമെമ്പർ മെഷറിംഗ് ദ വോള്യൂം ഓഫ് വാട്ടർ ഇൻ എ ബക്കറ്റ്? വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് വോള്യൂം? SI യൂണിറ്റ് ഓഫ് വോള്യൂം എന്ന് പറയുന്നത് ക്യൂബിക് മീറ്ററിലാണ്. ഒരു M എഴുതിയിട്ട് മേലൊരു 3 എഴുതുക, അതിലാണ് നമ്മൾ മെഷർ ചെയ്യുക. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പാത്രം എടുത്തു വെച്ചോളൂ, ആ പാത്രത്തിന് ലെങ്ത് ഉണ്ടാവും, ബ്രെഡ്ത്ത് ഉണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും. അതായത് നീളം ഉണ്ടാവും, വീതി ഉണ്ടാവും, ഉയരം ഉണ്ടാവും ആ പാത്രത്തിന്. ഈ നീളവും വീതിയും ഉയരവും എന്ത് തന്നെയാണ്? ലെങ്ത് തന്നെയാണ്. എല്ലാം നമ്മൾ മീറ്ററിൽ തന്നെയാണ് അളക്കുക. അപ്പോൾ ഇതിൽ ലെങ്ത്തിന് 1 മീറ്റർ ഉണ്ട്, ഇതിനൊരു മീറ്റർ, 3 മീറ്റർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 3ഉം കൂടിയാണ് മീറ്റർ ക്യൂബിൽ നമ്മളിത് എഴുതുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 1 ലിറ്റർ 1000 സെൻറ്റിമീറ്റർ ക്യൂബും 1 ലിറ്ററിനെ നമ്മൾ മില്ലിമീറ്ററിലേക്ക് എഴുതുമ്പോൾ 1000 മില്ലിമീറ്ററുമാണ് എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ഡെൻസിറ്റി ആണ്. വാട്ട് ഇസ് ഡെൻസിറ്റി ഡിസ്പ്ലേഡ് ഓൺ ദ ഫ്യൂൽ ഡിസ്പെൻസർ ഇൻ എ പെട്രോൾ പമ്പ്? അപ്പോൾ സാന്ദ്രത എന്താണ് ഡെൻസിറ്റി എന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഡെൻസിറ്റി കാണുന്നത് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോള്യൂം ഇസ് കോൾഡ് ഇറ്റ്സ് ഡെൻസിറ്റി. പെർ യൂണിറ്റ് വോള്യത്തിലെ ഒരു സബ്സ്റ്റൻസിൻ്റെ മാസിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുക. ഡെൻസിറ്റി കാണാൻ മാസ് ബൈ വോള്യൂം, മാസിൻ്റെ മെഷർമെൻറ്റും വോള്യൂം തന്നിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൻസിറ്റി കിട്ടും കേട്ടോ. നെക്സ്റ്റ് വരുന്നത്, ഇനി വരുന്നത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്താണെന്നാണ്. In 1960, an international conference held in Paris approved the International System of Units or SI units as a universal system of units for measurements. 1960 ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടന്നു പാരീസിൽ വെച്ച്. അവിടെ വെച്ചാണ് ഈ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിന് അംഗീകാരം ലഭിക്കുന്നത്. ലോകത്താകമാനം ഒരേ അളവ് തൂക്ക് സമ്പ്രദായം കൊണ്ടുവന്നു. അണ്ടർ ദിസ് സിസ്റ്റം യൂണിറ്റ്സ് were assigned to all the fundamental quantities. Fundamental units are the units of fundamental quantities. ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. മസ്റ്റ് സ്റ്റഡി ആയിട്ടുള്ളൊരു കാര്യമാണ്. ലെങ്ത്തിന് മീറ്റർ ആണ്, സ്മോൾ ലെറ്റർ M. മാസ് കിലോഗ്രാം ആണ്, അത് സ്മോൾ ലെറ്ററിൽ തന്നെയാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. ടൈം സെക്കൻഡിലാണ്.
സ്മോൾ ലെറ്റർ ആണ്. ടെമ്പറേച്ചർ കെൽവിൻ ആണ്. ഇലക്ട്രിക് കറന്റ് ആംപിയർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് സ്മോൾ, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല, CD-യിലാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ മെഷർമെൻറ്റിൻ്റെ പേര്, യൂണിറ്റ്, സിമ്പിൾ പഠിച്ചു വെക്കുക. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SI യൂണിറ്റ്സ് ചോദിച്ചാൽ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ആർ സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ്സ്, ദേ ആർ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്. യൂണിറ്റ്സ് ഓഫ് ഓൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് യൂണിറ്റ്സ്. ഇനി ഇവ കൂടാതെ ഡിറൈവ്ഡ് യൂണിറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നവരെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുക. ആദ്യം അവിടെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്. വോളിയം കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്, മീറ്റർ ക്യൂബ് ആണ്. ഡെൻസിറ്റി കാണാൻ മാസ് ബൈ വോളിയം ആണ്, മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. സോ ഇതിന് യൂണിറ്റ് വരുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. Derived units are units that can be stated using fundamental units or that depend on fundamental units. Fundamental units ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടോ നിൽക്കുന്നവയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഈ യൂണിറ്റ്സ് എഴുതുമ്പോൾ ചില നിയമങ്ങളുണ്ട്. നമ്മൾ ആ നിയമങ്ങൾ പാലിച്ച് വേണം യൂണിറ്റുകൾ എഴുതാൻ. എന്തൊക്കെയാണ് ആ നിയമങ്ങൾ നോക്കാം. ഈ താഴെ തന്നിരിക്കുന്ന ബോക്സിൽ ഇൻകറക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്, നമ്മളത് കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ തെറ്റുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ബോക്സാണ് പറയുന്നത്, ഒരിക്കലും നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ പാടില്ല. അടുത്തതിൽ കണ്ടോ, KGS അങ്ങനെ എഴുതാൻ പാടില്ല. പ്ലൂറൽസ് അവിടെ വരാൻ പറ്റില്ല. കിലോഗ്രാമും സെക്കൻഡും ഒരുമിച്ചോ അതും വരാൻ പാടില്ല. അടുത്തത് നോക്കൂ, സ്പേസ് ഇടണം. നമ്മളിപ്പോൾ 1000 എന്ന് എഴുതിയിട്ട് 1000 kg എന്ന് ഒരുമിച്ച് എഴുതരുത്. ലീവ് എ സ്പേസ് ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് ദ സിമ്പിൾ. സിമ്പിളിൻ്റെയും നമ്പറിൻ്റെ ഇടയിൽ ഒരു സ്പേസ് വേണം. നെക്സ്റ്റ്, കമ്പൈൻ ദ സെയിം യൂണിറ്റ്സ്. ഈ സെയിം യൂണിറ്റ്സ് കമ്പൈൻ ചെയ്ത് എഴുതുക. അടുത്തത് നോക്കൂ, അടുത്ത് അവർ തന്നതാണ്, ഡു നോട്ട് മിക്സ് എ സിമ്പിൾ ഓഫ് എ യൂണിറ്റ് വിത്ത് ദ നെയിം ഓഫ് ദ യൂണിറ്റ്. നെയിമുമായിട്ട് സിമ്പിൾ മിക്സ് ചെയ്ത് എഴുതാൻ പാടില്ല. അടുത്തത്, ഡോണ്ട് യൂസ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ദ സെയിം മെഷർമെൻറ്റ്. ഒരേ മെഷർമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റുകൾ ഒരേ നമ്പറിൽ വരുമ്പോൾ എഴുതരുത്. അടുത്തത്, യൂസ് ഓൺലി ലോവർ കേസ് ലെറ്റേഴ്സ് വെൻ റൈറ്റിംഗ് ദ നെയിം ഓഫ് എ യൂണിറ്റ്. ഒരു യൂണിറ്റ് എഴുതുമ്പോൾ ലോവർ കേസിലേ എഴുതാൻ പാടുള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് സിമ്പിൾ. നമ്മൾ സിമ്പിൾ അല്ലാണ്ട് അവരുടെ പേര് ഫുള്ളായിട്ട് എഴുതുകയാണെന്ന് വെച്ചോളൂ. ആ യൂണിറ്റിൻ്റെ പേര് ഫുള്ളായിട്ട് എഴുതുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ലോവർ കേസിലേ എഴുതാൻ പാടുള്ളൂ, അപ്പർ കേസിൽ എഴുതരുത്. സോ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളത് സൈഡിൽ കൊടുക്കാം. ആദ്യത്തെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ അല്ല, ആദ്യത്തെ തന്നെയാണ്. ഇത് രണ്ടാമത്തെയാണ് കേട്ടോ ഇപ്പോൾ എഴുതുന്നത്. മൂന്നാമത്തെ കണ്ടല്ലോ, 237 കെൽവിൻ, സ്മോൾ ലെറ്റർ ആണ് K. 250 മീറ്ററിലും സ്മോൾ ലെറ്റർ ആണ് M. അപ്പോൾ ഇതാണ് റൈറ്റ് ആയിട്ടുള്ളത്, നോട്ട് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫോഴ്സ്. നമ്മൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് N, ക്യാപിറ്റൽ ലെറ്റർ ആണ് എഴുതേണ്ടത്. ലെങ്ത് ആണെങ്കിൽ ഇത് റൂളാണ് നമുക്കിവിടെ വേണ്ടത് കേട്ടോ. എനർജി അതിൻ്റെയും തന്നിട്ടുണ്ട്, രണ്ട് രീതിയിൽ എഴുതാം എനർജിയുടെ. സോ നോക്കാം, ഫോഴ്സിൻ്റെ സിമ്പിൾ ഓഫ് ദ റൂൾസ്, സിമ്പിൾ ഓഫ് ദ യൂണിറ്റ്സ് ഫോംഡ് ഫ്രം ദ നെയിംസ് ഓഫ് ഇൻഡിവിജ്വൽ ഷുഡ് ബി റിട്ടേൺ യൂസിങ് അപ്പർ കേസ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇപ്പോൾ ഓരോ ആളുകളുടെ പേരിൽ നിന്ന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോഴ്സിൻ്റെ ന്യൂട്ടൺ ആണ് അതിൻ്റെ ഡെഫിനിഷൻ കൊണ്ടുവന്ന ആളല്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ ഫോഴ്സിൻ്റെ യൂണിറ്റ് അറിയപ്പെടുന്നത്. അപ്പോൾ ന്യൂട്ടൺ പറയുമ്പോൾ N ക്യാപിറ്റലിലാണ് എഴുതേണ്ടത്. ഒരു പേഴ്സണിൻ്റെ പേരിൽ നിന്ന് ഡിറൈവ് ചെയ്ത സിമ്പിൾ ആണെങ്കിൽ, യൂണിറ്റ് ആണെങ്കിൽ, അത് ഉറപ്പായിട്ട് അപ്പർ കേസിൽ എഴുതാൻ പാടുള്ളൂ, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ലെങ്ത് ആണെങ്കിൽ no full stop or comma should be used after the symbol. They can be used at the end of the sentence. സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് ആണ് എഴുതുന്നത്, ഇടയിൽ ഫുൾ സ്റ്റോപ്പോ കുത്തോ കോമയൊന്നും ഇടരുത്. എനർജി നോക്കൂ, ഒരു ഫുൾ സ്റ്റോപ്പ് സ്പേസ് ഷുഡ് ബി യൂസ്ഡ് ബിറ്റ്വീൻ ദ യൂണിറ്റ്സ് ഫോംഡ് as മൾട്ടിപ്പിൾസ് ഓഫ് യൂണിറ്റ്സ്. മൾട്ടിപ്പിൾസ് ഓഫ് യൂണിറ്റ്സ് വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പോ ഇതോ ഇടാം നമുക്ക്. ഇവിടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ നമുക്ക് വാട്ട് ആർ ദി ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ടു മെഷർ ലെങ്ത്. ലെങ്ത് ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അവിടെ സ്കെയിലും ടേപ്പും തന്നിട്ടുണ്ട്. മെഷർ ദ ലെങ്ത് ഓഫ് എ പെൻ യൂസിങ് എ സ്കെയിൽ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഓൾസോ യൂസ് എ മെഷറിംഗ് ടാപ്പ് ടു ഡിറ്റർമൈൻ യുവർ ഹൈറ്റ്. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓൺ ദ സ്കെയിൽ ടാപ്പ് യൂസ്ഡ്. ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു പെൻ ഉണ്ടെങ്കിൽ പെന്നിൻ്റെ ലെങ്ത് നിങ്ങൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ആ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൈറ്റും കണ്ടുപിടിക്കുക. വാട്ട് ഇസ് ദ സ്മോളസ്റ്റ് മെഷർമെൻറ്റ് പോസിബിൾ യൂസിങ് ദ സ്കെയിൽ മെഷറിംഗ് ടേപ്പ്. ആ മെഷറിംഗ് ടേപ്പിലും സ്കെയിലിലും ഉള്ള ഏറ്റവും കുഞ്ഞ് യൂണിറ്റ്, സ്മോളസ്റ്റ് മെഷർമെൻറ്റ് പോസിബിൾ ആവണ യൂണിറ്റ് കേട്ടോ. നമുക്ക് അളക്കാൻ പറ്റുന്ന യൂണിറ്റ് ഏതാണെന്നുള്ള എഴുതാൻ പറഞ്ഞിട്ടുണ്ട്.
സോ ദ സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇസ് കോൾഡ് ഇറ്റ്സ് ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ അടുത്ത ഒരു ഇത് പഠിക്കാനുള്ളത് എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്നാണ്. ഒരു മെഷർമെൻറ്റ് നമ്മൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിക്കുന്നു, അളക്കുന്നു. അത് വെച്ച് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ്, ചെറിയ വാല്യൂവിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുക. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ കോമൺലി യൂസ്ഡ് സ്കെയില്, സാധാരണ സ്കെയിലിൽ ലീസ്റ്റ് കൗണ്ട് 0.1 ആയിരിക്കും. ആർ ദർ ഇൻസ്ട്രുമെന്റ്സ് വിത്ത് ലീസ്റ്റ് കൗണ്ട് സ്മോളർ ദാൻ ദിസ്? അപ്പോൾ ഇതിലും ചെറിയ അളവുകൾ അളക്കാനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ? അഫ്കോഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ വെർനിയർ കാലിപ്പർ, സ്ക്രൂ ഗേജ് എന്നൊക്കെ പറയണത്. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരുമായിരിക്കും ടീച്ചേഴ്സ്, ഇല്ലെങ്കിലും നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പോകുമ്പോൾ ഇതൊക്കെ കാണും. വെർനിയർ കാലിപ്പർ എന്താ, സ്ക്രൂ ഗേജ് എന്താന്നൊക്കെ. വളരെ തിന്നായിട്ടുള്ളത് അളക്കാൻ ഇത് ഉപയോഗിക്കും. ക്യാൻ യു ഫൈൻഡ് ദ തിക്നെസ് ഓഫ് എ പേപ്പർ യൂസിങ് എ സ്കെയിൽ? ഒരു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് പേപ്പറിൻ്റെ തിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നോക്കാം നമുക്കതൊക്കെ. ഇനി നമുക്കവിടെ ഒരു മെഷർമെൻറ്റ് ജാർ തന്നിട്ടുണ്ട്. വാട്ട് യൂണിറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മെഷറിംഗ് ജാർ? മില്ലി ലിറ്ററിലാണ്. വാട്ട് ഇസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ മെഷറിംഗ് ജാർ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുതേണ്ടതാണ്. നമുക്കത് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് റിയൽ ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ഈ സ്റ്റോൺ ഡിപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു പരീക്ഷണം നിങ്ങൾ ചെയ്തു നോക്കൂ. അപ്പം മാത്രമേ നിങ്ങൾക്കിത് അറിയുള്ളൂ. മെഷറിംഗ് ദ തിക്നെസ് ഓഫ് പേപ്പേഴ്സ് യൂസിങ് എ സ്കെയിൽ. ഒരു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പേപ്പർ തിക്നെസ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു അളവ് വെച്ചിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് പേപ്പേഴ്സ് ഇൻ ദ പേപ്പർ സ്റ്റോക്ക്. പേപ്പർ സ്റ്റോക്കിൽ ആകെ 500 പേപ്പറുകളാണ് കരുതുക. തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക് 55 മീറ്റർ. മൊത്തത്തിലാണ് 55 mm ആണ് മൊത്തത്തിൽ നമ്മൾ അളന്നു. ഇനി തിക്നെസ് ഓഫ് 1 പേപ്പർ കണ്ടുപിടിക്കാൻ തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേപ്പേഴ്സ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 55 ഹരിക്കണം 500 ചെയ്യുക. 0.11 mm ആൻസർ കിട്ടും. ഇനി അടുത്തത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് മെഷറിംഗ് ടൈം യൂസിങ് ഈ സ്റ്റോപ്പ് വാച്ച് ആണ്. ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചുകൊണ്ട് സമയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ സ്റ്റോപ്പ് വാച്ച്? ഈ സ്റ്റോപ്പ് വാച്ച് ഈസ് യൂസ് ടു മെഷർ എ ടൈം ഇൻ്റർവൽസ്. ടൈം ഇൻ്റർവൽ അളക്കാനാണ് ഈ സ്റ്റോപ്പ് വാച്ച്. ആസ് ഷോൺ ഇൻ ദ ഫിഗർ, ടൈ എ മെറ്റൽ ബോൾ യൂസിങ് എ ത്രെഡ് ആൻഡ് ഹാങ് ഇറ്റ്. ഒരു മെറ്റൽ ബോൾ ടൈ ചെയ്തിട്ട് അത് കെട്ടി തൂക്കി ഇതുപോലെ ഒരു ഓസിലേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ചരടിൽ ഒരു ബോൾ കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. പുൾ ദ ബോൾ സ്ലൈറ്റ്ലി ആൻഡ് റിലീസ് ഇറ്റ് ടു ഓസിലേറ്റ്. അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യിക്കുക. ഒബ്സർവ് ദ മോഷൻ, അതിൻ്റെ മൂവ്മെൻറ്റ് നോക്കുക. മെഷർ ദ ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻ. 10 അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനെയാണ് 1 ഓസിലേഷൻ എന്ന് പറയുക കേട്ടോ. ടു ആൻഡ് ഫ്രോ ആണ്. സോ 10 ഓസിലേഷന് എത്ര സമയം എടുക്കുമെന്നൊരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യുക. ടൈം റിക്വയർഡ് ഫോർ 10 ഓസിലേഷൻ. 10 ഓസിലേഷൻ എടുക്കുന്ന സമയം എന്താണെന്ന് നിങ്ങൾ മെഷർ ചെയ്ത് എഴുതണം. ഇതൊരു സ്റ്റോപ്പ് വാച്ച് വെച്ച് ശരിക്കും ചെയ്യേണ്ടതാണ്. A good understanding of physical quantities will help you in further studies and on the proper use of measurement and units in daily life. അപ്പോൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് കറക്റ്റായി മനസ്സിലാക്കുന്ന ഒരാൾക്ക് എല്ലാത്തിൻ്റെയും കൂടെ യൂണിറ്റ് ചേർത്തി പറയാൻ പറ്റും. അല്ലാത്ത ഒരാൾക്ക് അത് അറിയില്ല. അപ്പോൾ അത് നേരെ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ലെറ്റസ് ആസസ് ആണ്. ആദ്യം തന്നിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ ഔട്ട് ഇൻ ഈച്ച് ഗ്രൂപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ് ആണ്. തന്നിരിക്കുന്ന 3 എണ്ണത്തിൽ ഓരോന്ന് ഓഡ് വൺ ഉണ്ട്, ശരിയായതിൻ്റെ കൂടെ ഒരു തെറ്റായതുണ്ട്. അവരെ മാറ്റുക, എന്നിട്ട് അവരുടെ കോമൺ ഫീച്ചർ ഏതാണെന്ന് എഴുതുക. ആദ്യത്തെ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ എന്താ തെറ്റ്? മറ്റതെല്ലാം കിലോഗ്രാം ആയിക്കോട്ടെ, സെക്കൻഡ് ആയിക്കോട്ടെ, മോൾ ആയിക്കോട്ടെ, ഇതെല്ലാം SI യൂണിറ്റുകളാണ്. കിലോമീറ്റർ ഈസ് എ ബിഗ്ഗർ യൂണിറ്റ് ഓഫ് ലെങ്ത്. നെക്സ്റ്റ് ടൈം, ഏരിയ, മാസ്, ഇലക്ട്രിക് കറണ്ട് തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായത് ഏതാ? ഏരിയയാണ്. ഏരിയ എന്താ? അതൊരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. ബാക്കിയെല്ലാം ഫണ്ടമെൻ്റൽ യൂണിറ്റായ ബേസിക് യൂണിറ്റ് ആണ്. അടുത്തത് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അതിൽ ഡിഗ്രി സെൽഷ്യസ് ആണ് തെറ്റായത്. Others are SI unit of temperature Kelvin ആണ്. നെക്സ്റ്റ് നമുക്ക് റിലേഷൻഷിപ്പ് വിത്ത് മീറ്റർ ഫില്ല് ചെയ്യണം. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. 1 മീറ്റർ 1000 മില്ലിമീറ്റർ ആണ്. 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ. കൺവേർട്ട് ദ ഫോളോവിങ് മെഷർമെൻറ്റ്സ് ടു SI യൂണിറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ വാല്യൂസ്. തന്നിരിക്കുന്നവയെ അവയുടെ വാല്യൂസ് മാറാണ്ട് SI യൂണിറ്റിലേക്ക് മാറ്റി എഴുതുക. 2000 ഗ്രാം എന്ന് പറയുന്നത് 2 kg ആണ്, 2 കിലോഗ്രാം. 1 മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡ് ആണ്. 1.5 കിലോമീറ്റർ എന്ന് പറയുന്നത് 1500 മീറ്റർ ആണ്. 200 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഇങ്ങനെ തന്നെ എഴുതണം. അടുത്ത ചോദ്യം, ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് മാസ് ആർ ഗിവൺ ബിലോ, അറേഞ്ച് ദം ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദർ വാല്യൂസ്. പല വാല്യൂസും യൂണിറ്റ്സും തന്നിട്ടുണ്ട്. ഇതിനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോണ രീതിയിൽ വാല്യൂസ് എഴുതുമ്പോൾ കുഞ്ഞതിൽ നിന്ന് വലുതിലേക്ക് പോണ രീതിയിൽ മാറ്റി എഴുതണം. അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ആദ്യം മില്ലിഗ്രാം, പിന്നെ ഗ്രാം,
കിലോഗ്രാം, ക്വിൻ്റൽ അങ്ങനെ മാറ്റി എഴുതുക. കണ്ടല്ലോ, ആദ്യം മില്ലിഗ്രാം ആണ് ഏറ്റവും ചെറിയ യൂണിറ്റ്, പിന്നീട് ഗ്രാം, പിന്നീട് കിലോഗ്രാം, പിന്നീട് ക്വിൻ്റൽ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. സോ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ചാപ്റ്ററിൽ വരുന്നത്. എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.